പുറപ്പാടും ഇവിടെ അവതരിപ്പിച്ച കുട്ടികളെ ആദ്യമായിട്ട് വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കാൻ ഒരു സമയവും ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനത്തോടെയാണ്, പ്രത്യേകിച്ചും പള്ളിപ്പുറം സുനിലിനോടും നമുക്കൊരു ഉണ്ട്. കാരണം ഇത്രയും കുട്ടികൾ നമ്മളിവിടെ വൈക്കത്തെ ഒരു കലയുടെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒരുപാട് ശാസ്ത്രീയ കലകളൊക്കെ ധാരാളമായിട്ട് അവതരിപ്പിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും കുട്ടികൾ ഈ കഥകളി പഠിക്കാനായിട്ട് താല്പര്യത്തോടെ വരിക, കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ പ്രകടനത്തിന് ഞാൻ ശ്രദ്ധിച്ചത് വെറുതെ നമ്മൾ ഒരു ഇതിൽ നിന്നല്ല, വളരെ ആ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി എന്താണെന്നൊക്കെ ഒരു കൺസെപ്റ്റോടെ തന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമം, പൂർണ്ണമായും തന്നെ ഞാൻ പറയണേ ആ ഒരു ശ്രമങ്ങളുണ്ട്. അതും എനിക്ക് വളരെ വളരെ താല്പര്യവും ഇഷ്ടവും തോന്നിയതാണ്. ആ കുട്ടികളെ എല്ലാവരെയും നേരിട്ടറിയില്ല, ഇവിടെ കണ്ടുപരിചയമുള്ളൂ. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു ചായ കൊണ്ടുവരും, ചായ കുടിച്ച് അതിന് ശേഷം നമുക്കൊരു 5 മണി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു കഥകളിയുടെ പൊതുയോഗമുണ്ട്. ഇവിടെ കഴിഞ്ഞൊരു 5 മണി കഴിയുമ്പോഴേക്കും നമുക്ക് ഉഷയത്തിലെ കഥകളി ഉണ്ട്, അത് കാണുക. എൻ്റെ കഥാസാരം ക്ലബ് മെമ്പേഴ്സിനറിയാം, നമ്മൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ അറിയാൻ വയ്യാത്തവർക്ക് ഇവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. വെച്ചിട്ട് അത് നമ്മളെ ചെറുപ്പക്കാരായ പുതുതലമുറയിലെ കലാകാരന്മാരാണ്. അവർക്കും പ്രോത്സാഹനം കൊടുക്കുക, കണ്ട് ആസ്വദിക്കുക. നമസ്കാരം.